ഹായ്, എല്ലാവർക്കും മുട്ടൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല കിടിലൻ തേങ്ങ അരച്ച സ്രാവ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം തേങ്ങ അരച്ച സ്രാവ് കറി പണ്ടൊക്കെ കല്യാണ വീട്ടിൽ തലേ ദിവസം കാണാറുണ്ടായിരുന്നു. ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും കുറച്ച് കുറവാണ്. പണ്ടത്തിലും കാട്ടിലും കുറച്ച് കുറവാണ്. അപ്പം നല്ല അടിപൊളി തേങ്ങ അരച്ച സ്രാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം പുളിവെള്ളമാണ്. നാരങ്ങ വലിപ്പത്തിൽ തന്നെ വേണം ശരിക്കും പറയുന്നത്, കാരണം കുറച്ച് നല്ലോണം വേണം പുളിവെള്ളം. അപ്പോൾ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം. കുതിർത്ത് വെച്ച പുളി പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇതിലേക്ക് നമ്മളെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു മീഡിയം സൈസ് 2 തക്കാളി എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ 2 തക്കാളി ഇതിലേക്ക് ഇടുകയാണ്. ഇഞ്ചി കുറച്ചൊരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. പിന്നെ പച്ചമുളക് 2 എടുക്കുന്നുള്ളൂ, കാരണം ഞാൻ ഇതിൽ കാശ്മീരി മുളക് എരിവുള്ള മുളകും കൂടി ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് അത്രേ ഇടുന്നുള്ളൂ. ഇനി കറിവേപ്പില, പിന്നെ മുളക് മഞ്ഞൾപ്പൊടി ഒക്കെയാണ്. ഇത് കാശ്മീരി മുളകാണ് കേട്ടോ. കാശ്മീരി മുളക് ഞങ്ങൾ കളറിന് വേണ്ടി കുറച്ച് ചേർക്കുന്നുണ്ട്, അതായത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ എരിവുള്ള മുളകിൻ്റെ പൊടി അത് ഞാൻ ഒന്നിൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഇതിൽ ഞാൻ ചേർക്കുന്നുണ്ട്, കാരണം ഞാൻ ഓൾറെഡി നമ്മളെ സ്രാവ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് മഞ്ഞൾ മുളക് ഇട്ടിട്ട്. അതുകൊണ്ട് ഇതൊക്കെ ഏകദേശം കുറച്ചാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്നാലാണ് നല്ല സ്രാവിന് നന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഓൾറെഡി ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി നമ്മളൊന്ന് ഇളക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് തേച്ചിടുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ ലാസ്റ്റിൽ തേങ്ങ അരച്ച് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും കൂടെ ഞാൻ നോക്കും, എന്നിട്ടാണ് ഉപ്പിടുന്നുണ്ട്. ഇത് ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ടാണ് ഞാൻ സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച തക്കാളിയും പുളിവെള്ളമൊക്കെ എന്തായി നോക്കാമെന്ന്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച സ്രാവിൻ്റെ കഷ്ണങ്ങൾ ഇതിലിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നമ്മളെ മഞ്ഞൾപ്പൊടിൻ്റെയും മുളകിൻ്റെയൊക്കെ കുറച്ചത്. ഇതിലും അങ്ങനെ തന്നെ ഞാൻ 1 ടീസ്പൂൺ വീതമാണ് ഇട്ടത്, മഞ്ഞൾപ്പൊടി മുളകിൻ്റെ പൊടിയൊക്കെ. ഇപ്പം നന്നായിട്ടിങ്ങനെ ഉടയാതെ ഇളക്കിയെടുക്കണേ. നന്നായിട്ട് അതിൻ്റെ ഗ്രേവിയിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കട്ടെ. ഇതൊന്ന് ആദ്യം കുറച്ചൊരു മീഡിയം സൈസിലാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിള വന്നതിന് ശേഷം നമ്മൾ സിമ്മിലാക്കിയാൽ മതി. എന്നിട്ട് അത് സിമ്മിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ വെന്ത് വന്നോട്ടെ. കാരണം ഇത് ഇളയ സ്രാവാണ്, അപ്പോൾ അത്രയൊന്നും വേവേണ്ട ആവശ്യമില്ല. മൂത്ത സ്രാവാണെങ്കിലാണ് നന്നായിട്ട് വേവേണ്ട ആവശ്യമുള്ളൂ. മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ തേങ്ങ നല്ല നെയ്യ് പോലെ അരിഞ്ഞെടുക്കണം തേങ്ങ. അപ്പോൾ തേങ്ങ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വരാം. ഓക്കെ, ഞാൻ മൂടി വെക്കാം കേട്ടോ, തിളക്കട്ടെ. അപ്പം നമ്മളെ സ്രാവ് എന്തായെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ അടപ്പൊന്ന് ഞാൻ തുറന്ന് നോക്കണം എന്താ സംഭവം. ആഹാ, അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടത് ഉണ്ടോ. ഇത് സിമ്മിലിട്ടിട്ടും കൂടി നന്നായിട്ട് ഈ സിമ്മിലിട്ടിട്ട് തിളയ്ക്കുമ്പോഴാണ് കറക്റ്റ് ആവുക. തിളച്ചിട്ടുണ്ടോ, മേലെ വേറൊരു നല്ല കളർ വന്നിട്ടുണ്ടോ. അപ്പോൾ ഇത് കറക്റ്റായി. ഇപ്പോൾ ഇങ്ങനെതാ. അപ്പോൾ ഇപ്പോൾ അതാ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ തന്നെ, അതായത് തേങ്ങ അരയ്ക്കാതെ തന്നെ മുളകിട്ട് തന്നെ നല്ല മണമൊക്കെ ഉണ്ട്. ഇവിടുന്ന് വായന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതാ തേങ്ങ നല്ല പട്ട് പോലെ ഞാൻ അരച്ചിട്ടുണ്ട് ഉണ്ടോ. നല്ല പട്ട് പോലെ അരയ്ക്കണം ഇതിന് ശരിക്കും വെച്ചാൽ. ഞാൻ മഞ്ഞൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ചെറിയുള്ളിയൊക്കെ ചെറിയുള്ളി ജീരകമൊക്കെ ചേർക്കലുണ്ട്. പക്ഷെ ഞാനതിൽ മഞ്ഞൾ മാത്രം, എനിക്ക് ചെറിയുള്ളിയുടെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പം ഞാൻ മഞ്ഞൾ മാത്രം ചേർക്കും. അപ്പോൾ ഇത് ഞാനിതിലേക്ക് ഇടുകയാണ്. ആ തേങ്ങ മൊത്തം ഞാനിതിലേക്ക് ഇട്ടു. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കഴുകിയ വെള്ളം കൂടി മിക്സി കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കണം. പണ്ടൊക്കെ 6 മണിയാകുമ്പോഴത്തേക്ക് കല്യാണ വീടിൻ്റെ തലേ ദിവസം 6 മണിയാകുമ്പോഴത്തേക്ക് സ്രാവ് കറിയും ചോറും ഒക്കെ റെഡിയായിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട്. ഒരു മിക്സ്ചറും വൈകുന്നേരത്തെ ചായക്കൊരു മിക്സ്ചറും, പിന്നെ 2 സൈഡിൽ ഞാൻ തിരിക്കിട്ടുള്ള ഒരു കേക്കില്ലേ, മുട്ട ഇതുപോലത്തെ ആ കേക്കും മിക്സ്ചറും പഴമൊക്കെ ആയിരുന്നു വൈകുന്നേരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് തുടങ്ങും നമ്മളെ സ്രാവ് കറിയും ചോറൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മയാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നല്ല അധികം അങ്ങനെ കാണാറില്ല ഇപ്പോൾ. നല്ല മണമുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി മണമുണ്ട്. ഞാൻ കുറച്ചൊന്ന് ഫുള്ളാക്കി ഇടുന്നുണ്ട്.
ഫുള്ളിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഇടുന്നത്. എന്നിട്ട് അതിലൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ട് നന്നായിട്ട് ഇതാ തേങ്ങ നന്നായിട്ടൊന്ന് വേവണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വറവിടും. ഓക്കെ, ഒന്ന് മൂടി വെച്ച് തന്നെ തിളച്ച് വരട്ടെ. ഓക്കെ, നമ്മൾ സ്രാവ് കറി എന്തായാലും നോക്കാം. തേങ്ങ അരച്ച് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കറിവേപ്പില ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കറിവേപ്പില ഇതിലേക്കൊന്ന് ഇടുകയാണ്. കറിവേപ്പില നല്ലതല്ലേ നമുക്ക്. ഇത് ഞാൻ വാങ്ങി വെച്ചതിന് ശേഷമാണ് കേട്ടോ കറിവേപ്പില ഇടുന്നത്. കാരണം അധികം കറിവേപ്പില നമുക്ക് ഇതിൻ്റെ ചൂടുന്ന് വെന്താൽ മതി. അപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം വെന്ത് റെഡി ആണ്ട് അപ്പം വാങ്ങി വെച്ചതിന് ശേഷം തിള ഉണ്ടാവില്ല. നമ്മൾ ചട്ടിയിലായതുകൊണ്ട് അതിൽ തിള ഉണ്ടാവും ഓൾറെഡി. അതുകൊണ്ട് ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വറവിലും കൂടി കറിവേപ്പില ഇടും. ഇനിയിപ്പോൾ നമുക്ക് സ്രാവ് കറിയിൽ വറവിടാം. അപ്പോൾ അത് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി ഉലുവ അര ടീസ്പൂൺ ഉലുവ. പിന്നെ കടുക് ഒരു അര ടീസ്പൂൺ തന്നെയാണ്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഞാൻ വറ്റൽ മുളക് അങ്ങനെയാണ് ഇടുന്നത്, മുറിക്കുന്നില്ല. കാരണം കുറച്ചുകൂടി ഭയങ്കരമായിട്ട് എരിവാവും. അപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. ഇത് ചെറിയുള്ളിയൊക്കെ ഇടാം കേട്ടോ. ഞാൻ ചെറിയുള്ളി ഇടുന്നില്ല. ചെറിയുള്ളി ഇഷ്ടമുള്ള ആൾക്കാർ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ വടക്ക് ഭാഗത്ത് വേറെ രീതിയിൽ, കോഴിക്കോടൻ ഭാഗത്ത് വേറെ രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് വറവ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ വറവൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കട്ടെ എങ്ങനെയാണ്. ഓഹ്, അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ രാത്രി ചപ്പാത്തിയും സ്രാവ് കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി കുറച്ചും കൂടി കഴിഞ്ഞിട്ടെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഞാനിനി സെർവിങ് ബോളിൽ കൂടി ഒഴിച്ചിട്ട് വരാം. അത് നമ്മളെ സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നല്ല കിടിലൻ സ്രാവ് കറി തന്നെയാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞെടുത്ത് നോക്കിയാലും അതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും നല്ല നല്ല കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.